ആഹാ, കിളിപാടി വരെ നടക്കാൻ പോവാണ്. ഇങ്ങോട്ട് കേരളീലാമേ, ഞാൻ എസ്റ്റേറ്റിലേക്കാ. ചുമ്മാ കേറണ സിസ്റ്റർ. ബുദ്ധിമുട്ടാവുമോ? സമയം കളയാതെ കേറുന്നെങ്കിൽ കേറ്. ഇതാരാ? ഇതെന്തോന്ന്? കഥ കളിയോ അതോ പന്ത് കൊടുത്തോ? ഇത് രണ്ടുമല്ല, ഞാനൊരു LIC ഏജന്റാണ്. ഇതാണ് ഞങ്ങളുടെ അടയാളം. അതായത് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ. അപ്പാ കെട്ടൊക്കെ വണ്ടിയിലോട്ട് വെക്കേ. പുള്ളിക്കാരൻ കിളിപാടിലേക്കാ, കേറിക്കോട്ടോന്ന്. വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് കിളിപാട് വെച്ച് കാണാം. വരട്ടെ? വേണ്ട വേണ്ട, നീ നടന്നു വന്നാ മതി. പുള്ളിക്കാരൊരു കൂട്ട് വേണ്ടേ? ആ ലീലാമ്മയും മരുന്നൊക്കെ ഹെൽത്ത് സെന്ററിൽ ഉണ്ടാവും. ലീലാമ്മ കയറി. പോട്ടെ, സാരല്ലേ. നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ കുളിർക്കാറ്റൊക്കെ ഒന്നേറ്റ് സാവധാനം നടന്നു പോവാ. അതാ സുഖം. അല്ല, പോകാതിരുന്ന് നന്നായി. അവരൊരു കൊച്ചു വർത്താനം കേട്ടുകൊണ്ട് നമ്മൾ എത്ര നേരം ഉണ്ടായിരിക്കും. അയ്യോ, അന്ന് നമുക്ക് പോയിരുന്നു കേട്ടോ. ആ ദരിദ്രവാസി പപ്പനെ കാണുന്നില്ലല്ലോ. പോയിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പപ്പനെ കൂടെ ജീപ്പിൽ കയറ്റിയാ പോരായിരുന്നോ? നല്ല ശിക്ഷയായി. അവനെ കൂടെ കയറ്റിയിരുന്നെങ്കിൽ നമുക്ക് വല്ലതും മിണ്ടാനൊക്കോ? അവനിങ്ങനെ ചെവിയും കുറിപ്പിച്ചിരിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ ഹെൽത്ത് സെന്ററിന്റെ താക്കോൽ ഹെൽപ്പറുടെ കയ്യിലാണെന്ന് ഞാൻ അറിഞ്ഞു. നമ്മളിവിടെ ഒന്ന് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് സമയം കുറെ ആയില്ലേ? ആളുകൾക്ക് വല്ല സംശയം തോന്നിയേക്കും. ആ, സംശയമുള്ളവർ വരട്ടെ, സംശയം തീർത്ത് വിട്ടേക്കാം. എന്താ? എങ്ങനെ സംശയം തീർക്കാൻ പോകുന്നു? ആ, നിങ്ങൾ വെറുതെ സംശയിച്ച് ശരീരം ക്ഷീണിപ്പിക്കണ്ട. ഞാനും ലീലാമ്മയും തമ്മിൽ സ്നേഹമാണ്. ഞങ്ങൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. എന്താ പോരെ? ധാരാളം. അയ്യോ, ദേ അച്ഛൻ വരുന്നു. കുഴഞ്ഞു. എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അച്ഛനോടൊന്ന് പറയും. എന്നോട് ചോദിക്കില്ല, ഇത് എന്റെ ജോലി സ്ഥലമല്ലേ. അത് മനസ്സിലായി. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അച്ഛൻ നടക്കാൻ ഇറങ്ങിയതായിരിക്കും. അല്ല, ചിലരെയൊക്കെ കാണാനുണ്ട്. ഇവിടെ നടന്നല്ലേ പോവാൻ പറ്റൂ. ഞാനിങ്ങനെ എസ്റ്റേറ്റിൽ പോയി വരുമ്പോ ലീലാമ്മ സിസ്റ്റർ ഒറ്റയ്ക്ക് ഇവിടെ. ബാക്കി പറയണ്ട. കാരണം കള്ളം പറയുന്നതും പറയാൻ പ്രേരിപ്പിക്കുന്നതും ഒരുപോലെ പാവമാണ്. സണ്ണിയെ കൊണ്ട് ഞാൻ കള്ളം പറയിക്കില്ല. അയ്യോ അച്ഛോ, ഞാൻ വീണ്ടും എന്റെ പുറത്ത് പാപം കെട്ടിവെക്കാതിരിക്കൂ സണ്ണി. അമ്മയ്ക്കും സഹോദരിക്കും ഒക്കെ സുഖമല്ലേ? അസുഖമൊന്നുമില്ല. പള്ളി വരുമ്പം കാണാറുണ്ട്. വിശേഷങ്ങളൊന്നും ചോദിക്കാൻ സമയം കിട്ടാറില്ല. ആലീസ് എന്നല്ലേ സഹോദരിയുടെ പേര്? അതെ അച്ഛോ. എന്ത് ചെയ്യുന്നു? പഠിപ്പ് തീരുന്നതിന് മുമ്പ് നാട്ടിൽ നിന്ന് പോരേണ്ടി വന്നു. വെറുതെ നിന്ന് മുഷിയണ്ടെന്ന് കരുതി തയ്യൽ പഠിക്കാൻ പോകുന്നു. വളരെ നല്ലത്. എന്തെങ്കിലും ഒരു തൊഴിലറിഞ്ഞിരിക്കുന്നത് പലതുകൊണ്ടും നല്ലതാ. ലീലാമ്മ വിഷമിക്കണ്ട, ഞാൻ ഒന്നും ചോദിക്കില്ല. നിങ്ങൾ അനുയോജ്യരാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുക, ഇല്ലെങ്കിൽ മുഷിയും. ഞാൻ വരട്ടെ. അച്ഛൻ നമ്മുടെ കാര്യം എങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വല്ലാത്തൊരു അച്ഛൻ തന്നെ. ഞങ്ങളുടെ പാർട്ടിക്കാരുടെ കാര്യത്തിൽ മുതലാളി ഒട്ടും ഭയപ്പെടേണ്ട. അത് ഞാൻ ഉറപ്പു തരുന്നു. പക്ഷേ ഇടതുപക്ഷക്കാരെ സൂക്ഷിക്കണം. അവരിങ്ങനെ എപ്പോഴും കേന്ദ്രത്തിലേക്ക് പരാതി വയ്ക്കാൻ തുടങ്ങിയാൽ പേരിനെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ വട്ടപ്പറ പറയുന്നേ? എല്ലാ കാര്യത്തിലും മുതലാളി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അഴിക്കാതെ നടക്കുന്നതിൽ ഭേദം കെട്ട് വീഴാതെ സൂക്ഷിക്കുന്നതല്ലേ. ഈ കാര്യം മുതലാളിയോടൊന്ന് പറയാനായിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം വട്ടപ്പാറേ. നിങ്ങളുടെ കേന്ദ്രം വന്നാലും സ്റ്റേറ്റ് വന്നാലും മത്തായിമാർക്കിട്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ കെട്ടാൻ വരുന്നവരെ കെട്ടാനുള്ള പണി ഞങ്ങൾക്കറിയാം. തൽക്കാലം പോയട്ടെ, എനിക്ക് വേറെ ജോലിയുണ്ട്. ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് മുതലാളി. എന്താ, വല്ല കല്യാണമോ മറ്റോ ആയിരിക്കും? അയ്യോ, അതൊന്നുമല്ല. ഇത് ബഹുജനങ്ങളുടെ പ്രശ്നമാണ്. മുതലാളി ദയാപൂർവ്വം ഒന്ന് പരിഗണിക്കണം. ആ, പറയണം. നമ്മുടെ ബസ് കിളിപാടി വരെ പോകുന്നു എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. അവിടം വരെയുള്ള ചാർജ് വാങ്ങുന്നുണ്ട്. പക്ഷേ കിളിപാടി വരെ പോകുന്നില്ല. അതുകൊണ്ട് ബസ് കിളിപാടി വരെ പോകാൻ ഏർപ്പാട് ചെയ്യണം. ഇതല്ലേ പ്രശ്നം? അതെ, അത്രേ ഉള്ളൂ. ബഹുജനങ്ങളുടെ ഒരു അപേക്ഷയാണ്. ആരുടെ അപേക്ഷയാണെങ്കിലും ഞാൻ തള്ളിയിരിക്കുന്നു. കിളിവാടിയിലേക്കുള്ള തല്ലിപ്പൊളി റോഡിലൂടെ ബസ് വിടാൻ എനിക്ക് മനസ്സില്ല. എന്റെ ബസിന്റെ ടയറും പ്ലേറ്റും പോയാൽ
രൂപ പോകുന്നത് എന്റേതാ. അങ്ങനെയാണെ ഒരു കാര്യം ചെയ്തേക്കണം മുതലാളി, കിളിപാടി വരെ ബസ് വിടണ്ട. ബസ് പോകുന്നിടം വരെയുള്ള ചാർജ് മേടിച്ചാ മതി. പ്രശ്നം തീർന്നില്ലേ? ബഹുജനങ്ങളുടെ പ്രശ്നം തീരും. പക്ഷെ നേതാക്കന്മാരായ നിങ്ങളുടെയൊക്കെ പ്രശ്നം കുഴയും. പാർട്ടിക്കെന്നും തെരഞ്ഞെടുപ്പിനും എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ വാരിക്കോരി തരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ടാ. പോയി പണി നോക്കണം. ബഹുജനങ്ങൾ അവരുടെ കാര്യം നോക്കിക്കോളും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം. ഉദാരമായി സംഭാവനയാണ് സാർ, ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ആറാട്ടിന് കൊണ്ടുവന്ന ഒരു ആന 7 പേരെ കുത്തിക്കൊന്നു സാർ. എത്ര പേരെ? 7 പേരെ. 7 കുടുംബങ്ങളിലും കൂടി 756 മനുഷ്യ ജീവിതങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഉദാരമായി സംഭാവനയാണ് സാർ. നിർത്ത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ 7 പേരിൽ ഒരാള് പോലും ഇൻഷൂർ ചെയ്തിരുന്നില്ലേ? അയ്യോ ഇല്ലല്ലോ സാർ, അതവർക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. കണ്ടോ എത്ര ലക്ഷം രൂപയാണ് ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നോക്കൂ. അപകടങ്ങൾ ഓർക്കാപ്പുറത്താണ് തല്ലി വന്നു വീഴുന്നത്. കരുതിയിരിക്കുന്നതാണ് ബുദ്ധി. അതൊക്കെ പോട്ടെ, താങ്കൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ഉടനെ ചെയ്യണം. താങ്കളുടെ തൊഴിൽ വെച്ച് നോക്കുമ്പോ കയ്യും കാലും ഇൻഷൂർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതുപോലുള്ള തൊഴിൽ കൊണ്ടു നടക്കുന്നവരുടെ കയ്യും കാലും ആളുകൾ തല്ലി ഒടിക്കും. അപ്പൊ ഇൻഷൂർ ചെയ്താൽ വീണു പോയാലും പട്ടിണി കൂടാതെ കഴിയാം. എന്തു പറയണു? എഴുതട്ടെ ഒരു പോളിസി? അല്ല, ഒന്നുമില്ല. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നമുക്കൊരു ഐക്യ മുന്നണിയായിട്ട് നീങ്ങിയാലോ? തെരഞ്ഞെടുപ്പ് വരികയല്ലേ? വേണ്ട, ഒരു മുന്നണിയും വേണ്ട. പിരിവ് വേറെ, LIC വേറെ. സ്ഥലം ഇവിടെ. ഇവൻ എവിടുന്ന് വന്നടാ? അതിരിക്കട്ടെ, ഇവിടെ തന്നെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആരെങ്കിലും പറഞ്ഞയച്ചതാണോ അതോ? ആരും പറഞ്ഞയച്ചതല്ല, സ്വയം തോന്നി വന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. എനിക്കൊരു സഹായിയെ വേണമെന്ന് കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ദൈവം അയച്ചെന്ന് കണ്ടോ? എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? നിനക്ക് സഹായത്തിന് ഞാനില്ലേ തെകരെ ഇവിടെ? നിങ്ങളുടെ ഒരു സഹായം ഒന്നും വേണ്ടാതെ മനുഷ്യ അവിടെ. നിങ്ങൾക്ക് ചായക്കടപ്പണി വല്ലതും അറിയാവോ? ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ആയിക്കോട്ടെ, ചായക്കടപ്പണി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ വരുന്നവരെയൊക്കെ ഇൻഷുർ ചെയ്യുകയും ചെയ്യാം. സമ്മതാണോ? ഓ, സമ്മതാ. ആ, എങ്കിൽ പെട്ടി എടുത്തകത്ത് വയ്ക്കൂ. അപ്പൊ എന്റെ പെട്ടിയോട് ജഗതേ. അതടുത്ത് പുറത്തോട്ട് വയ്ക്കും. ജഗതേ, ഇങ്ങോട്ട് നീങ്ങുന്നേ. ബാ. ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ഇൻഷൂർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പണം കിട്ടും. കിട്ടുവോ? പിന്നെ ഭാഗ്യം, ഭാഗ്യം. പറഞ്ഞിരുന്നില്ല, ഭാഗ്യം. കണ്ട, ഭാഗ്യം നിങ്ങളെ വിളിക്കുന്നു. കേരള ടൊറണ്ടൈ, കർണാടക ടൊറണ്ടൈ, ആന്ധ്ര ടൊറണ്ടൈ, തമിഴ്നാട് തൊണ്ടണേ.